ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഷാഹി കബീറിന്റെ ഇതുവരെയുള്ള സിനിമകൾ എടുത്തു നോക്കിയാലേ അതിപ്പോൾ പുള്ളി ആദ്യമായിട്ട് തിരക്കഥ എഴുതിയ ജോസഫ് ആണെങ്കിലും പിന്നീട് വന്ന നായാട്ടാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം സംവിധാനം നിർവഹിച്ച ഇലവീഴ പൂജരി ആണെങ്കിലും എല്ലാം ഡാർക്ക് എന്ന് പറയപ്പെടാവുന്ന ഒരു സ്പേസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഷാഹി എഴുതി ജീതു അഷ്റഫ് സംവിധാനം ചെയ്ത് ഇന്ന് റിലീസായ ഓഫീസർ ഓൺ ഡ്യൂട്ടിയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. പിന്നെ എന്താണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ പ്രത്യേകത? കാണാം M3DB മൂവി റിവ്യൂസിലൂടെ. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയേണ്ടത് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ജെറ്റ് സ്പീഡാണ്. അതിന് സിനിമയുടെ എഡിറ്റർ ചമൻ ചാക്കോയ്ക്ക് ഒരു സ്പെഷ്യൽ കയ്യടി. ആദ്യം മുതൽ അവസാനം വരെ വളരെ എൻഗേജിംഗ് ആയി കൊണ്ടുപോകുന്നതിൽ ഈ എഡിറ്റിംഗ് പാറ്റേൺ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. DYSP റാങ്കിൽ നിന്ന് CI റാങ്കിലേക്ക് ഡിമോട്ട് ചെയ്യപ്പെടുന്ന ഹരികൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്ന രംഗത്തോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. 90% കുറ്റാന്വേഷണ സിനിമകളിൽ എന്ന പോലെ തന്നെ ഇതിലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ജീവിതങ്ങൾ തമ്മിലുണ്ടാവുന്ന കൂട്ടിക്കുഴച്ചിലുകളും അതിന്റെ പ്രശ്നങ്ങളും അത് ഹാൻഡിൽ ചെയ്യുന്നതും ഒക്കെയാണ്. ഹരികൃഷ്ണന്റെ സ്റ്റേഷനിൽ വരുന്ന ഒരു സാധാരണ മുക്കുപണ്ട കേസ് പിന്നീട് വലിയ മാനങ്ങളിലേക്ക് കടക്കുന്നതും അതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് കുഞ്ചാക്കോ ബോബനിൽ നിന്ന് തുടങ്ങാം. നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഹരികൃഷ്ണൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ വികാരങ്ങൾ, ഭാവങ്ങൾ, ശരീരഭാഷ ഇതൊക്കെ ഒരു കൃത്യം മീറ്ററിലാണ് കുഞ്ചാക്കോ പിടിച്ചിരിക്കുന്നത്. അല്ലെങ്കിലും നമ്മുടെ ചാക്കോച്ചൻ ഇപ്പൊ വേറെ ലെവലാണല്ലോ. ഇതിലാണെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഒരു കഥാപാത്രത്തിന്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക, അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഇതില് വളരെ പ്രധാനപ്പെട്ട 2 ഫൈറ്റ് സീക്വൻസുകളുണ്ട്. ഇത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് ശരിക്കും അത്ഭുതം തോന്നും. കാരണം കുഞ്ചാക്കോ ബോബൻ ഇതുപോലെ പെർഫോം ചെയ്തിട്ടുള്ള ഫൈറ്റ് സീനുകളുള്ള സിനിമ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്റ്റൺ കൊറിയോഗ്രാഫേഴ്സ് ആയിട്ടുള്ള ദിലീപ് സുബ്ബരായനും വിക്കി നന്ദഗോപാലും ഒരു സ്പെഷ്യൽ പരാമർശം അർഹിക്കുന്നുണ്ട്. നിസ്സംശയം പറയാം, കുഞ്ചാക്കോ ബോബന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ്. ഇനി നേരത്തെ പറഞ്ഞ ഫൈറ്റ് സീക്വൻസുകൾ ഉൾപ്പെടെ സിനിമയുടെ ഒട്ടുമിക്ക സീനുകളും എടുത്തിരിക്കുന്നത് രാത്രിയിലാണ്. അവിടെയാണ് റോബി വർഗീസ് രാജന്റെ ക്യാമറ വർക്ക് പ്രസക്തമാകുന്നത്. അതിലെ ചേസ് സീനൊക്കെ പ്രേക്ഷകർക്ക് കോരിത്തരിപ്പുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കിട്ടാറൈറ്റ്. പ്രിയാമണി, ശ്രീകാന്ത് മുരളി, ജഗദീഷ്, വൈശാഖ് നായർ, മനോജ് KU, റംസാൻ ഇവരൊക്കെയാണ് ഇതിലെ മറ്റ് ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. 90s വന്ന ഒരു സിനിമയുണ്ടല്ലോ നമ്മുടെ ജോണി വാക്കർ, അന്ന് മുതൽ ഇന്ന് വരെ മലയാള സിനിമയിൽ ഡ്രഗ് അഡിക്ട്സിനെ കാണിക്കുന്ന ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട്. ഇതിലും സംഭവം വ്യത്യാസമൊന്നുമില്ല. പക്ഷെ വൈശാഖ് നായരൊക്കെ നമ്മുടെ ക്ഷമ പരീക്ഷിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വൈശാഖിനെ മാത്രമായിട്ട് നമുക്കതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ ടീമിനെ മുഴുവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പ്രിയാമണിയുടെ ക്യാരക്ടർ കാണുമ്പോൾ ചെറുതായൊരു ദേജാവ് വരാനും സാധ്യതയുണ്ട്. കാരണം ഇതിനു മുൻപ് ഇതുപോലൊരു ഡിറ്റക്റ്റീവ് സിനിമയിൽ നിന്നുള്ള ഒരു ക്യാരക്ടർ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്ന് നിന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ദേജാവ് ഒക്കെ ഉണ്ടെങ്കിലും കഥാപാത്രം നന്നായിട്ടുണ്ട്, പ്രിയാമണി നന്നായി ചെയ്തിട്ടുമുണ്ട് കേട്ടോ. അതുപോലെ SP ഷാഹുലായിട്ട് വൈശാഖ് ശങ്കർ, പുള്ളി വളരെ കൺട്രോൾ ആയിട്ടുള്ള അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. നമ്മുടെ സിനിമയുടെ സംവിധായകൻ ജീതു അഷ്റഫും ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്, തുടക്കം തന്നെ സംവിധായകനാണ് കേട്ടോ. ജേക്സ് ബിജോയുടെ മ്യൂസിക്കും വിഷ്ണു സുജാതന്റെ സൗണ്ട് മിക്സിങ്ങും, ഇത് രണ്ടും ഈ സിനിമയെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ, ഇതിനെ നമുക്കൊരു ലാഗ് ഇല്ലാതെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച 2 കാര്യങ്ങളാണ്. സാധാരണ സിനിമ കാണുമ്പോൾ പ്രേക്ഷകരെല്ലാവരും തന്നെ ഒരു സീൻ കഴിയുമ്പോൾ ഇനി അടുത്തത് ഇങ്ങനെയായിരിക്കും, ഇതായിരിക്കും സംഭവിക്കുക, ഈ ക്യാരക്ടറിന്റെ ടേൺ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിക്കാറില്ലേ? ഒരു ഫ്ലോ ഓഫ് ഇവന്റ്സ് പോലെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ അത്തരം ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണെന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്ലസ് പോയിന്റ്. ഇത് സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് അതിനെ എടുത്ത് ഇവിടെ വെച്ച് ഇതിനെ എടുത്ത് ഇവിടെ വെച്ച് അങ്ങനെ ഒരു കണക്ട് ചെയ്താണ് നമ്മൾ ഈ സിനിമയെക്കുറിച്ച് ചിന്തിക്കുക. അത്തരത്തിൽ ചിന്തിപ്പിക്കുന്ന സിനിമകൾ ഉണ്ടാകുന്നു എന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ സിനിമയ്ക്കകത്ത് വില്ലന്മാർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടൂൾ, അത് ഒരുപാട് സിനിമകളിൽ വന്നതല്ലേ, എത്ര സിനിമകളിൽ നമ്മളിത് കണ്ടു എന്നൊക്കെ നമുക്കൊരു ചിന്ത ഉണ്ടാകാം. ഈ വർഷം തന്നെ ഇറങ്ങിയ ഒരു സിനിമയിൽ പെൺകുട്ടികളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ആ ഒരു ടൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ സമൂഹവും പെൺകുട്ടികളും ഒക്കെ ഇതിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതല്ലേ എന്നൊക്കെ നമുക്കൊരു ചോദ്യം വരും. ഇനി അഥവാ അങ്ങനെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ കൂടി ഇത്തരം തന്ത്രങ്ങളും ഇതിനെ ആഫ്റ്റർ എഫക്ട്സുകളും ഒക്കെ ട്രിഗർ ചെയ്യുന്ന രീതിയിലല്ലാതെ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം ജനുവിനായി, സ്വാഭാവികമായി നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ തോന്നൽ.
പിന്നെ വേറെ കുറച്ച് ഫ്ലോസ് ഒക്കെ ഇതിനകത്തുണ്ട് നമ്മളുടെ ലോജിക്കിൽ. പക്ഷേ അത്തരത്തിലുള്ള സ്പെല്ലുകളൊക്കെ സ്പോയിലർ ആയി പോകുമെന്നുള്ളത് കൊണ്ട് ഇപ്പം ഞങ്ങൾ ഇവിടെ പറയുന്നില്ല. ജോസഫ് എന്ന സിനിമയിൽ ക്രൈം സീൻ ഡൈസെക്ട് ചെയ്യുന്ന രീതി ഒരു സീൻ ഉണ്ടല്ലോ, അതുപോലെ ഏകദേശം അതുപോലെ ഒരു ഫോട്ടോ കോപ്പി സീൻ എന്നൊക്കെ പറയാവുന്ന ഒരു സീന് ഇതിനകത്തുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ആലോചിക്കും കേട്ടോ, ഇത് നമ്മൾ ജോസഫിൽ കണ്ടതാണല്ലോ എന്ന് ആലോചിക്കും. അതുകൊണ്ട് ഞങ്ങളും അത് പറയുന്നതേ ഉള്ളൂ. കുഞ്ചാക്കോ ബോബന്റെ കരിയർ ബെസ്റ്റ് എന്നൊക്കെ പറയപ്പെടാവുന്ന ഒരു കിടു പെർഫോമൻസ്, ഗ്രിപ്പിംഗ് ആയിട്ടുള്ള നോൺ ലീനിയർ കഥ പറച്ചിൽ, ആദ്യ സിനിമ കൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ ക്രാഫ്റ്റ് ഉണ്ടെന്ന് വിളിച്ചു പറയുന്ന ജിത്തു അഷ്റഫിന്റെ മേക്കിംഗ്, ഇത്രയും കാര്യമൊക്കെ മതി ഈ പോലീസുകാരന് നമുക്കൊരു സല്യൂട്ട് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തിയേറ്ററുകൾ തന്നെ കാണാൻ മറക്കണ്ട ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇറ്റ്സ് വർത്ത് വാച്ചിങ്. അടുത്ത റിവ്യൂമായി കാണും വരെ ബൈ.